അപ്പോൾ എല്ലാവർക്കും നമ്മുടെ NMMS ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആൽഫബറ്റ് സീരീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്പർ സീരീസ് എന്താണെന്ന് നോക്കിയിരുന്നു, അതിലുള്ള കുറേ പ്രോബ്ലംസ് ചെയ്തിരുന്നു. പക്ഷേ നമ്മളിന്ന് അടുത്ത ടോപ്പിക്കായിട്ടുള്ള ആൽഫബറ്റ് സീരീസ് എടുക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ആൽഫബറ്റ് സീരീസ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈ ഒരു സീരീസ്, അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഇതേപോലുള്ള ശ്രേണി സീരീസ് എഴുതാറുണ്ട്. അതിലടുത്ത നമ്പർ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത അക്ഷരം ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ACEG അടുത്ത അക്ഷരം ഏതാണ്? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അക്ഷരമാലയിൽ ആൽഫബറ്റിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ 26 ഉണ്ടാവുക. അതിൻ്റെ ക്രമമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ABCD എന്ന് എഴുതി നോക്കുകയാണെങ്കിൽ ABCDEFG ഇങ്ങനെ എഴുതുമ്പോൾ 1 A ആണെങ്കിൽ 3 C ആണ്, 5 E ആണ്, 7 വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് 9ാമത്തെ ആയിരിക്കും വരിക. അപ്പോൾ FGH കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് വരിക, 9ാമത്തെ I. അപ്പോൾ ഇവിടെ I ആണ് വരിക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മളിതിൻ്റെ നമ്പർ ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഇവിടെ എഴുതാം 1, 3, 5, 7. അപ്പോൾ 9ാമത്തെ ഏതാണ് എന്ന് നമുക്കപ്പോൾ 9ാമത്തെ ഏതാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ അക്ഷരമാലയിലെ ക്രമം പഠിച്ചിരിക്കണം. അത് പഠിക്കാനുള്ള ചില ടെക്നിക്കുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും നോട്ട്ബുക്കിൽ ഇത് കൃത്യമായി എഴുതി വെക്കണം. അതായത് 26 ലെറ്റേഴ്സും എഴുതിയതിന് ശേഷം അതിനോട് നേരെ തന്നെ 1, 2, 3 ഇങ്ങനെ 26 വരെ എഴുതുക. അപ്പോൾ ഓരോന്നിൻ്റെയും പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരണം. ചില കുട്ടികൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എഴുതാറുണ്ട്, പക്ഷേ അതത്ര എളുപ്പമല്ല, കുറച്ച് സമയമെടുക്കും. നമുക്കങ്ങനെയല്ല, നമുക്കൊരു ചോദ്യം ചെയ്യാൻ 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ H എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ K എത്രയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം 11. ഓരോന്നിൻ്റെയും നമ്പർ ഓർത്ത് വെക്കാൻ ചില സൂത്രങ്ങളുണ്ട്, അതൊന്ന് ഞാൻ പറയാം. ഇതാണ്. അപ്പോൾ ഇതും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഓരോന്നും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യുകയും വേണം. എന്നാലേ അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവൂ. അപ്പോഴേ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങളെ ഇരുത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള സൂത്രം. ഇജോട്ടി എന്നാണ് പറയുക. അതായത് ഇജോട്ടി എന്നുള്ള ഭാഗം ഓർത്ത് വെച്ചാൽ E 5ാമത്തെയാണ്, J 10ാമത്തെ, O 15ാമത്തെ, T 20ാമത്തെ, Y 25ാമത്തെ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു ലെറ്റർ ചോദിച്ചാൽ, ഉദാഹരണത്തിന് നമ്മളോട് ചോദിക്കുകയാണ് P എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം O കഴിഞ്ഞിട്ടാണ് P. O 15 ആയതുകൊണ്ട് P 16 ആയിരിക്കും. O 15 ആണ്, സോ P 16 ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ നമ്പർ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഇജോട്ടി എന്ന് ഓർത്ത് വെക്കുക. അതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി, ഇത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് 6 ഓർത്ത് വെക്കാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. A1, B2, C3, D4, E5, F6. F6 ആയതുകൊണ്ട് തന്നെ G7 ആണ് നമുക്ക് ഊഹിക്കാം. പെട്ടെന്ന് നമുക്ക് ഐഡിയകളൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി H എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, Hനെ നമുക്ക് പെട്ടെന്ന് 8 ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമുക്കിത് 8 ആണ് എന്ന് ഊഹിക്കാം. H 8 ആണ്. അതേപോലെ I എന്നുള്ളതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ വര ഇട്ട് കൊടുത്താൽ അത് 9 ആയി മാറി, I 9. പിന്നെ J എന്നുള്ളത് ജേഴ്സി എന്ന് ഓർക്കുക. ജേഴ്സി 10. നമുക്കറിയാലോ, ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആൾക്കാർ, മെസ്സി പോലെയുള്ള ആളുകൾ ഇടുന്ന 10 ആണ്. ജേഴ്സി 10, J 10. അതേപോലെ K 11 എന്ന് ഓർത്താൽ, കിളവൻ എന്ന് മനസ്സിലാക്കിയാൽ K ഓർത്ത് വെക്കാൻ പറ്റും. അതേപോലെ K കഴിഞ്ഞാൽ പിന്നെ L. K കഴിഞ്ഞതുകൊണ്ട് L 12 ആയിരിക്കും. അതേപോലെ Mനെ ഓർക്കാനുള്ള ഒരു സൂത്രമാണ് M 13 ആണ്. നമുക്കറിയാം, Mനെ വേഗം തിരിച്ച് 3 ആക്കാൻ പറ്റും. അതേപോലെ Wനെയും തിരിച്ച് 3 ആക്കാൻ പറ്റും. അപ്പോൾ W 23 ആണ്. M 13, W 23. പിന്നെ നിങ്ങൾക്കറിയാം, ജോട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ T 20 ആണ്. T 20 ആകുമ്പോൾ T കഴിഞ്ഞിട്ടുള്ള
യു 21 വി 22 ഇങ്ങനെ ഓരോന്നിൻ്റെയും നമ്പറുകൾ പഠിച്ചു വെക്കാം. ഇനി ഈ നമ്പറുകളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരാനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ സ്കോർ കണ്ടുപിടിക്കുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര്, നിങ്ങളുടെ ബെഞ്ചിലിരിക്കുന്ന ആളുടെ പേര് എഴുതുക. ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ പേര് എഴുതുകയാണ്. എന്നിട്ട് എത്രയാണ് സ്കോർ കിട്ടുന്നത് നോക്കുക. നമുക്കറിയാം S19 A 1 L 12 E 5 E 5 M 13 ഇതെല്ലാം കൂടെ കൂട്ടുക, അതാണ് എൻ്റെ സ്കോർ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളുടെ ബെഞ്ചിലിരിക്കുന്നവരുടെയൊക്കെ സ്കോർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥാനം, ഈ പൊസിഷൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. BEHK അടുത്ത നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ നമ്പറുകൾ അതിൻ്റെ അടിയിൽ എഴുതുക. സോറി, B1 അല്ല, B2 B2 E5 H8 K J കഴിഞ്ഞിട്ടാണ് J10 ആയതുകൊണ്ട് K11 K. ഇനി നമ്മൾ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ റിലേഷൻ നോക്കുക. നമുക്കറിയാം ഇവിടെ +3 ഇവിടെ വീണ്ടും +3 ഇവിടെ വീണ്ടും +3 അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് +3 ആയിരിക്കും. +3 കൂട്ടുമ്പോൾ നമുക്കറിയാം 11 കൂടി കൂട്ടിയാൽ 14 കിട്ടുക. അപ്പോൾ 14ാമത്തെ നമ്പർ ഏതാണെന്ന് നോക്കുക. ഓക്കെ, 13 M ആണെന്ന് നമുക്കറിയാം, N ആയിരിക്കും. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്യണം, ബുക്കിൽ എഴുതുക. ഞാനധികം സമയമെടുക്കാതെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ അധികം ലെങ്ത് ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ സാവധാനം പോസ്റ്റ് ചെയ്യുക, ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക, എന്നിട്ട് നോട്ട്ബുക്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ മുഴുവൻ കാണുക. ഓക്കെ, അടുത്തതിൻ്റെ ACFJ ഡാഷ് ഇതൊന്ന് നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യണം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഇത് പറയുകയാണ്. A എന്ന് പറയുമ്പോൾ 1 3 6 10. അപ്പോൾ ഇവിടെ കൂട്ടി പോവുകയാണ്. നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്പർ സീരീസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി, അപ്പോൾ ഇനി 5 ആയിരിക്കും കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 15ാമത്തെ ആളെയാണ് നമുക്ക് കിട്ടേണ്ടത്. 15ാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഇജോട്ടിയിൽപ്പെട്ട ആളായിരിക്കും, O ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റി. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ZAYBXC. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സെഡും എയും ഒക്കെ ഇടകലർന്ന് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ 2 സീരീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ Z നമുക്കറിയാം 26, Y 25, X 24. അപ്പോൾ ഇതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോവുകയാണ്. ഇനി ഇത്1 ഇത് 2 ഇത് 3. അപ്പോൾ 2 ശ്രേണിയാണ്, 2 സീരീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 24ൻ്റെ ബാക്കിയായിരിക്കും ഇവിടെ വരിക, 23 ആയിരിക്കും. 23 എക്സിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ, അപ്പോൾ W ആണ് 23. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഓരോ ചോദ്യവും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് സ്വന്തമായിട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ ഗ്രൂപ്പിൽ കുറേ ചോദ്യങ്ങൾ ഇട്ട് തരും, അതും ചെയ്യണം. പിന്നെയാണ് നമ്മുടെ ഓൺലൈൻ പരീക്ഷ വരിക. ആ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. PQR STUVWX. അപ്പോൾ നമ്മൾ ഓരോന്നിനും നമ്പർ കൊടുക്കുക. നമുക്കറിയാം O 15 ആണ്, അപ്പോൾ P 16 ആയിരിക്കും. പിന്നെ Q 17 18, ഇത് 19 20 21 22 23 24. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് 25 26 27 ഇല്ലല്ലോ, അപ്പോൾ A ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ 25 ഏതാണ് നമ്മളൊന്ന് എഴുതി നോക്കാം. 20 X കഴിഞ്ഞിട്ട് Y Z. 27 ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ A ആണ് വരിക, YZA. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ആൻസർ. ഇനി ഇതേപോലെ ഈ ആൽഫബറ്റ് സീരീസിലെ അതിൻ്റെ പൊസിഷൻ, അതാണല്ലോ നമ്മൾ 1 2 3 പറഞ്ഞത്, നേരെ തിരിച്ചും പറയാറുണ്ട്. അതായത് അവസാനത്തു നിന്നും എണ്ണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു
നമ്പറാണ് കിട്ടുക. അതായത് Z 1 ആയിരിക്കും, Y 2 ആയിരിക്കും, X 3 ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. Z 1, Y 2, X 3 ഇങ്ങനെ പോവും. അവസാനം 26A ആയിരിക്കും. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ 27 കിട്ടും. എല്ലാതും കൂട്ടി നോക്കിയാൽ 27 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ പിന്നിൽ നിന്നുള്ള നമ്പർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 27 മൈനസ് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജെയുടേത് 10 ആണെന്ന് നമുക്കറിയാം. ജേഴ്സി 10 ആണല്ലോ. അപ്പോൾ നമുക്ക് 27 10 മൈനസ് ചെയ്താൽ 17 ആയിരിക്കും അതിൻ്റെ പിന്നിൽ നിന്നുള്ള നമ്പർ. അപ്പോൾ പിന്നിൽ നിന്നുള്ള നമ്പർ കിട്ടാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഓയുടെ പിന്നിൽ നിന്നുള്ള നമ്പർ എത്ര നമ്മൾ ആലോചിക്കാൻ വളരെ എളുപ്പമാണ്. 27 15 കുറക്കുക, അപ്പോൾ 12. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടുന്നു. അപ്പോൾ മുന്നിൽ നിന്നുള്ള നമ്പറും പിന്നിൽ നിന്നുള്ള നമ്പറും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 27 മൈനസ് ചെയ്താൽ. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു നോക്കാം. ഓക്കെ, ഈ എല്ലാവരും നോക്കുക. AB ഇവിടെ 2 എണ്ണമേ ഉള്ളൂ, ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്, ഇവിടെ 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 5 എണ്ണം വരും. ABC വന്നിട്ടില്ല അല്ലേ, C വിട്ടുപോയി, DEFG വിട്ടുപോയി, L വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ MNOPQ. ഓക്കെ, അപ്പോൾ 5 എണ്ണം എഴുതണം. അപ്പോൾ ഓരോന്നോരോന്ന് വിട്ടുപോയിട്ട് പിന്നെ ആദ്യം 2 എണ്ണം എഴുതി, ഇവിടെ 3 സംഖ്യകൾ എഴുതി, 3 അക്ഷരങ്ങൾ എഴുതി, ഇവിടെ 4 അക്ഷരങ്ങൾ എഴുതി, ഇവിടെ 5 എഴുതി, ഇവിടെ 6 എണ്ണം. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ ചോദ്യവും നിങ്ങൾ നോട്ട്ബുക്കിലൊന്നും കൂടെ ചെയ്യണം. അടുത്ത ദിവസം തന്നെ, ചിലപ്പോൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചോദ്യങ്ങൾ ഞാൻ അയച്ചു തരുന്നുണ്ട്. അതൊന്ന് ചെയ്തു വെക്കുക നോട്ട്ബുക്കിൽ. ഓക്കെ, ഇനി അടുത്തത് ZWSN. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് തോന്നുന്നില്ലെങ്കിൽ വേഗം അതിൻ്റെ നമ്പറുകൾ എഴുതാം. 26, W നമുക്കറിയാം 23, S നമുക്കറിയാം 19, N എന്ന് പറയുന്നത് M കഴിഞ്ഞിട്ടാണ് M 13 ആയതുകൊണ്ട് N 14. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുക. നമ്മൾ നമ്പർ സീരീസൊക്കെ പഠിച്ചതല്ലേ. ഇവിടെ നിങ്ങൾക്ക് -3 ആണ്, ഇവിടെ -4 ആണ്, ഇവിടെ -5 ആണ്, -6 ആയിരിക്കും. -6 എന്ന് പറഞ്ഞാൽ 14 6 മൈനസ് ചെയ്താൽ 8 ആണ് കിട്ടേണ്ടത്. 8 എന്ന് പറഞ്ഞാൽ H ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ഓരോ ചോദ്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ പ്രയാസകരമായ ചോദ്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ ചെയ്യും. അതേപോലെ പരീക്ഷകൾക്കും ചോദിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ട്രൈ ചെയ്യുക. ഗ്രൂപ്പിൽ ഞാൻ കുറേ ചോദ്യങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ദിവസം തന്നെ നമ്മളൊരു ഓൺലൈൻ ക്വിസ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. ഓക്കെ, ശരി, താങ്ക് യു.